ആ, പിടിയിലായ 3 പേരിൽ 2 പേർക്കാണ് കൊലയുമായി നേരിട്ട് ബന്ധമുള്ളത്. ഇത് റിനീഷും ജ്യോതിഷുമാണ്. ഈ കൊല നടത്തിയ വാഹനം, കൊലക്ക് ഉപയോഗിച്ച വാഹനം ഓടിച്ചിരുന്നത് റിനീഷാണ്. റിനീഷ് ധൻരാജിന്റെ അടുത്ത സുഹൃത്തും അതുപോലെ ധൻരാജിന്റെ കൊലയിൽ വൈരാഗ്യം, പ്രതികാരം ചെയ്യണമെന്ന് ധാരണയുള്ള ഒരാളും കൂടിയാണ്. ഇദ്ദേഹത്തിന് സഹായിച്ച ആളാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ പിടിയിലുള്ള ജ്യോതിഷ്. ഒരു മാസം മുൻപ് ഈ ജ്യോതിഷ് പയ്യന്നൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റെന്റ് കാർ സംഘത്തിൽപ്പെട്ട നിതിൽ എന്ന് പറയുന്ന ആളിൽ നിന്നും വാഹനം വാടകയ്ക്കെടുത്തു. തുടർന്ന് ബിജുവിന്റെ പിന്നാലെ ഈ സംഘം ഉണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ ബിജുവിനെ വധിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. അന്ന് ബിജു തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. പക്ഷെ ബിജുവും കൂടെ ഉണ്ടായിരുന്നവർക്കും അന്ന് ഈ സംഭവത്തെ സംബന്ധിച്ച് ധാരണയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊലപാതകം ശ്രമം നേരത്തെ നടന്നിരുന്നു എന്നുള്ള കാര്യം ബിജു പോലും പറഞ്ഞിരുന്നില്ല എന്നാണ് സംഘത്തിൽ നിന്ന്, അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഇത് സംബന്ധിച്ച് മറ്റ് ആസൂത്രണത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് അന്വേഷണ സംഘം കൃത്യമായി ഇവരിൽ നിന്ന് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആദ്യം ലഭിക്കുന്ന വിവരങ്ങൾ ഇതാണ്. കൃത്യമായ ആസൂത്രണം, ഒരു മാസം നീണ്ട ആസൂത്രണം ഈ കൊലക്ക് പിന്നിൽ ആയിട്ടുണ്ട്. അത് ഈ പറയുന്ന റിനീഷിന്റെയും ജ്യോതിഷും ഉൾപ്പെടുന്ന സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. റിനീഷിന്റെ പ്രേരണയിൽ ജ്യോതിഷാണ് വാഹനം വാടകയ്ക്കെടുത്തത്. വാടകയ്ക്കെടുത്ത വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഒരു മാസത്തിലധികമായി ഇതിനെ ഇവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നൽകുന്നത്. ബാക്കി 5 പ്രതികളെ കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അവർ ജില്ല വിട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. പ്രതികൾക്ക് CPI-യുമായ ബന്ധം എന്താണ് ബിജീഷ്? ഈ കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ ധൻരാജിന്റെ ലോറിയുടെ ഡ്രൈവർ കൂടിയാണല്ലോ ഈ റിനീഷ്. പ്രതികാരമാണെന്ന് പോലീസ് അന്തിമ നിഗമനത്തിലെത്തുന്നുണ്ടോ ബിജീഷ്? കൃത്യമായ പ്രതികാരമാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. എന്നാൽ പാർട്ടി ബന്ധത്തിലുപരിയായി റിനീഷിന് ധൻരാജുമായിട്ടുള്ള ബന്ധം, ഒപ്പം ഇവർ പ്രാദേശികമായി CPM-ന്റെയും DYFI-യുടെയും പ്രവർത്തകരാണ് റിനീഷ് ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ധൻരാജിനോടുള്ള വ്യക്തിബന്ധവും രാഷ്ട്രീയ ബന്ധവും എല്ലാം കൊലക്ക് പ്രേരണയായിട്ടുണ്ടാകാമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. പ്രതികളെല്ലാവരും, അതായത് കൊല നടത്തിയവരെല്ലാവരും CPM-ലുള്ളവർ തന്നെയാണെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും റിനീഷും ജ്യോതിഷും പിടിയിലായ സാഹചര്യത്തിൽ കൂടുതൽ പ്രതികളിലേക്ക്, മറ്റ് 5 പ്രതികളിലേക്ക് ഉടൻ എത്താൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തലാണ് അന്വേഷണ സംഘം നൽകുന്നത്.